പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ സ്നേഹോഷ്മളമായ ആശംസകൾ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ വിജയം വരിച്ച ഈശോ മിശിഹായുടെ ഉത്ഥാനം പ്രത്യാശയുടെ തിരുനാളാണ്. കുരിശിനപ്പുറം കിരീടമുണ്ടെന്നും പരാജയത്തിനപ്പുറം വിജയമുണ്ടെന്നും സഹനത്തിനപ്പുറം സൗഭാഗ്യമുണ്ടെന്നും കണ്ണുനീരിനപ്പുറം ആനന്ദമുണ്ടെന്നും മരണത്തിനപ്പുറം ഉയർപ്പുണ്ടെന്നും നമ്മെ പഠിപ്പിക്കുന്ന പ്രത്യാശയുടെ തിരുനാൾ. ഇത് സ്നേഹത്തിൻ്റെ തിരുനാളാണ്. ക്രിസ്തുവിൻ്റെ മരണത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വഴിയിൽ വെച്ച് പ്രത്യക്ഷനായി തിരുവെഴുത്ത് വ്യാഖ്യാനം ചെയ്തു കൊടുത്ത് അവരുടെ ഹൃദയം ജ്വലിപ്പിച്ച് ഒടുവിൽ അവരോടൊപ്പം അപ്പം വാഴ്ത്തി മുറിച്ച് അവർക്ക് വിളമ്പുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ തിരുനാൾ, ഉയിർപ്പ് തിരുനാൾ. ഇത് സമാധാനത്തിൻ്റെ തിരുനാളാണ്. ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രത്തലവന്മാരും തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അക്രമം കൊണ്ടും രക്തച്ചൊരിച്ചിൽ കൊണ്ടും തെളിയിക്കാൻ ഒരുങ്ങുമ്പോൾ, യുദ്ധഭീഷണിയും മരണഭീതിയും സാധുക്കളായ മനുഷ്യരെ നിരാശയുടെ സങ്കടക്കടലിൽ ആഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന സമാശ്വാസ വചനം കൊണ്ട് മനസ്സിനെ ബലപ്പെടുത്തുന്ന സമാധാനത്തിൻ്റെ തിരുനാൾ. ഇത് പ്രകാശത്തിൻ്റെ തിരുനാളാണ്. ജീവിതാനുഭവങ്ങൾ നമ്മെ കല്ലറയുടെ ഇരുട്ടിൽ മറയ്ക്കുമ്പോൾ ജീവിതയാത്രയിലെ പ്രതിബന്ധങ്ങളാവുന്ന കല്ലുരുട്ടി മാറ്റി പ്രതീക്ഷയുടെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കുന്ന പ്രകാശത്തിൻ്റെ തിരുനാൾ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ഉയിർപ്പാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുന്നവനുമായ ഉത്ഥിതനായ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ ജീവിതം യാത്ര തുടരാം. എല്ലാവർക്കും സമാധാനപൂർണമായ ഈസ്റ്റർ ആശംസകൾ.